അത് മനസ്സിലാവണമെങ്കിലേ ഈ മതമൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് ക്ഷണിക്കാനും അവരുടെ ക്ഷണങ്ങൾ സ്വീകരിക്കാനും പഠിക്കണം. എന്നാലേ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇത് വടംവലി തുടങ്ങിയതോടെ ആളുകൾ മുഴുവൻ അവിടെ വന്ന് തിങ്ങിക്കൂടി നിന്ന് വീണ്ടും കൈകൊട്ടല്, വീണ്ടും ചിരി. ഓരോ ദിവസവും പ്രായം കൂടി വന്നാലും മനസ്സിലെ കുട്ടിത്തം പോകണമെന്നില്ല കേട്ടോ. കുട്ടികളൊക്കെ നല്ല അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. പാട്ടിനൊപ്പം കൈകൊട്ടിക്കളിയും ചുവടുവെക്കലും. ഒയ്യോ, അവരുടെ എനർജി കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമുക്ക് തന്നെ ഉള്ളിൽ എവിടെന്നോ ഒരു എനർജി നമുക്കും കയറി തുള്ളാൻ അങ്ങ് തോന്നും. കാണുന്നവർക്ക് മത്സരം കാണുന്നതിനേക്കാൾ കൂടുതൽ രസം എന്താണെന്നറിയോ? ഈ മത്സരിക്കുന്ന ചേട്ടന്മാരൊക്കെ എങ്ങോട്ടായി പോകുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഞങ്ങളുടെ ടേൺ ആയതോടുകൂടി ഞങ്ങൾ എല്ലാവരും കൂടെ സദ്യക്ക് ഇരുന്ന് കേട്ടോ. ചോറ് വന്ന്, കറികൾ വന്ന്, കൂട്ടുകറികൾ വന്ന്, പപ്പടം വന്ന്, പഴം വന്ന്, പിന്നെ പായസം ലാസ്റ്റ് വന്ന്. മതം നോക്കാതെ എല്ലാവരെയും ഒരുമിച്ച് വിളിച്ച് മരിച്ചുപോയ പ്രിയപ്പെട്ടവരെ ഓർത്ത് കുട്ടികളെ മുതിർന്നവരെ ഒരുപോലെ ആഘോഷത്തിൽ പങ്കെടുപ്പിച്ച് സ്നേഹത്തോടെ ഒരുമിച്ച് ഒരു ദിവസം ആഘോഷിച്ചതിൻ്റെ ഓർമ്മകളും കൂടിയാട്ടോ. മനോഹരമായൊരു ചടങ്ങുണ്ടായിരുന്നേ. മരിച്ചുപോയ പ്രിയപ്പെട്ടവർക്കായി ആദ്യം തന്നെ അവർ സദ്യ വിളമ്പി വെച്ചു. ഹലോ, എക്സ്ക്യൂസ് മീ, ഇതാണ് നമ്മൾ പറയുന്ന കേരളം കേട്ടോ. മതം വേറെ ആയിരിക്കാം, വിശ്വാസങ്ങൾ വേറെ ആയിരിക്കാം, പക്ഷേ സ്നേഹത്തിന് അതിരുകളില്ല. ഒരു ഹിന്ദു കുടുംബം ഞങ്ങളെപ്പോലുള്ള മുസ്ലിം സുഹൃത്തുക്കളെയും ക്രിസ്ത്യൻ സുഹൃത്തുക്കളെയും ഒരുമിച്ച് ഓണസദ്യക്ക് ക്ഷണിച്ചപ്പോൾ ശരിക്കും മനസ്സ് നിറഞ്ഞു കേട്ടോ. നീ ഏതാ മതക്കാരൻ എന്നല്ല അവൻ ചോദിച്ചത്. അവൻ ചോദിച്ചത് സദ്യ കഴിക്കാൻ വരില്ലേ എന്നായിരുന്നു. ഓണത്തിന് സദ്യ കഴിക്കാൻ പോയതാ. പക്ഷെ അവിടെ ചെന്നപ്പോൾ തന്നെ മനസ്സിലായിട്ടാ, ഇത് വെറും ഒരു സദ്യയൊന്നുമല്ല, ഫുൾ ഓണാഘോഷ പാക്കേജ് ആണെന്ന്. എൻ്റെ കൂട്ടുകാരായ രഞ്ജുവും ഭാര്യ ആദവും കൂടി അവരുടെ വീട്ടിൽ ഓണസദ്യക്ക് ഞങ്ങളെ ക്ഷണിച്ചു. രഞ്ജുവും ആദവും ഞങ്ങളെ മാത്രമല്ല കേട്ടോ, വേറെ കുറച്ച് കൂട്ടുകാരെയും കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ പല മതത്തിൽപ്പെട്ട ആളുകളും ഉണ്ടായിരുന്നു. മുസ്ലിംസ് ഉണ്ടാകാം, ക്രിസ്ത്യൻസ് ഉണ്ടാകാം, ഹിന്ദുക്കളുണ്ടാകും. പക്ഷേ അവിടെ ആരും അതൊന്നും നോക്കുന്നില്ല. ഞങ്ങൾ ആരും പരസ്പരം അങ്ങോട്ട് ചോദിച്ചുമില്ല. പിന്നെ എൻ്റെ വസ്ത്രം കണ്ടിട്ട് ചിലപ്പോൾ അവർക്ക് മനസ്സിലായി കാണുമായിരിക്കും ഞാൻ മുസ്ലിമാണെന്ന്. ഇന്ന് ഓണം, മതഭേദമന്യേ എല്ലാവരും ഒരുമിച്ചിരുന്ന് സദ്യ കഴിക്കണം, അത്രമാത്രം. ഇതാണ് എനിക്ക് ആ വീട്ടിൽ ഓണത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു കാര്യം. മതം പലതായാലും ഭക്ഷണം ഒരേ ഇലയിലാണ് കൊടുക്കുന്നത് കേട്ടോ. ആദ്യം സദ്യ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഉണ്ടല്ലോ, അവിടെ ഒരു മനോഹരമായൊരു ചടങ്ങുണ്ടായിരുന്നേ. മരിച്ചുപോയ പ്രിയപ്പെട്ടവർക്കായി ആദ്യം തന്നെ അവർ സദ്യ വിളമ്പി വെച്ചു. ചോറും കറികളും പായസം വരെ വിളമ്പി വെച്ചു കേട്ടോ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആദുവാണ് കേട്ടോ അവർക്ക് വേണ്ടി വിളമ്പിയത്. ഇത് രഞ്ജു കിണ്ടിയിൽ വെള്ളം എടുക്കാൻ പോകുന്ന സീന. ആദു മരിച്ചുപോയ പ്രിയപ്പെട്ടവർക്കായിട്ട് വിളക്കൊക്കെ കത്തിച്ചു. അവരെ ഓർത്തുകൊണ്ട് ആദരവോടെ ഭക്ഷണം എല്ലാം സമർപ്പിച്ചു കേട്ടോ. അത് കണ്ടപ്പോൾ ശരിക്കും തമാശയൊക്കെ മാറ്റിവെച്ച് ശരിക്കും നല്ലൊരു ഫീലിംഗ് ആയിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, നമ്മളോടൊപ്പം ഇന്നില്ലാത്തവരെയും ഓർത്തവരെ ആഘോഷിക്കുക. അതാണ് ആഘോഷത്തിന്റെ മറ്റൊരു മനോഹാരിത അല്ലേ. അവിടെ ഉണ്ടാക്കിയ ഒരു കറി പോലും മിച്ചം വെക്കാതെ എല്ലാം വിളമ്പിയിട്ടുണ്ട്. ഇവരെല്ലാവരും രഞ്ജുവിന്റെ അനിയൻ ജിത്തുവിന്റെ ഫ്രണ്ട്സ് ആട്ടോ. ഒരു ഹിന്ദു കുടുംബം ഞങ്ങളെപ്പോലുള്ള മുസ്ലിം സുഹൃത്തുക്കളെയും ക്രിസ്ത്യൻ സുഹൃത്തുക്കളെയൊക്കെ സന്തോഷത്തോടെ ഓണസദ്യക്ക് ക്ഷണിച്ചു കേട്ടോ. ഇല വിരിച്ച് സദ്യ വിളമ്പാൻ തുടങ്ങിയപ്പോൾ തന്നെ ഓരോ വിഭവങ്ങളും ആദ്യം വിളമ്പിയത് ഞങ്ങൾ മുസ്ലിംസും ക്രിസ്ത്യൻസും ആയ സുഹൃത്തുക്കളൊക്കെ തന്നെയായിരുന്നു. മതം വേറെയാണെന്നോ വിശ്വാസം വേറെയാണെന്നോ ഒന്നും അവിടെ പ്രശ്നമായില്ല കേട്ടോ. സ്നേഹത്തിന് മുന്നിൽ മതഭേദങ്ങളൊന്നും ഇല്ലെന്നേ. ഒരുമിച്ചിരുന്ന് സദ്യ കഴിച്ചു, ചിരിച്ചു, ഓണക്കളികളിലൊക്കെ പങ്കിട്ടു. എന്ത് രസമായിരുന്നു അറിയാവോ. ഇന്നത്തെ ഈ ഒരു ദിവസം നിന്ന് ഞാൻ കൊണ്ടുപോകാൻ പോകുന്നു എന്തായാലും സദ്യയുടെ ടേസ്റ്റ് മാത്രമൊന്നുമല്ല. മതം നോക്കാതെ എല്ലാവരെയും ഒരുമിച്ച് വിളിച്ച് മരിച്ചുപോയ പ്രിയപ്പെട്ടവരെ ഓർത്ത് കുട്ടികളെ മുതിർന്നവരെ ഒരുപോലെ ആഘോഷത്തിൽ പങ്കെടുപ്പിച്ച് സ്നേഹത്തോടെ ഒരുമിച്ച് ഒരു ദിവസം ആഘോഷിച്ചതിൻ്റെ ഓർമ്മകളും കൂടിയാട്ടോ. ഓണം എന്നത് ഒരു പൂക്കളം മാത്രമല്ല, ഒരു സദ്യ മാത്രമല്ല, ഒരു ഓണക്കളി മാത്രമൊന്നും അല്ലെന്നേ. വ്യത്യസ്തരായ മനുഷ്യരെ ഒരുമിച്ചിരുത്തുന്ന ഒരു മനോഹരമായ അവസരമാണത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇതിൽ ആ ചോറ് വിളമ്പുന്ന ആരാന്നറിയോ? പുള്ളി ഒരു മുസ്ലിമാണ്. കറി വിളമ്പുന്ന ആരാന്നറിയോ? പുള്ളി ഒരു ഹിന്ദുവാണ്, രഞ്ജുവിൻ്റെ അനിയൻ ജിത്തു. അവിടെ ഇരിക്കുന്നവരിൽ ആരൊക്കെയോ ക്രിസ്ത്യൻസും മുസ്ലിംസും ഹിന്ദുസൊക്കെ ആയിരിക്കാം. പക്ഷെ എനിക്കറിയില്ല, ഞാൻ ചോദിച്ചില്ല കേട്ടോ ഏതാ മതം എന്ന് പോയി ചോദിക്കാൻ പറ്റുമോ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണ്. ഞങ്ങളുടെ ടേൺ ആയതോടുകൂടി ഞങ്ങൾ എല്ലാവരും കൂടെ സദ്യക്ക് ഇരുന്ന് കേട്ടോ. ചോറ് വന്ന്, കറികൾ വന്ന്, കൂട്ടുകറികൾ വന്ന്, പപ്പടം വന്ന്, പഴം വന്ന്, പിന്നെ പായസം ലാസ്റ്റ് വന്ന്. ഇപ്പൊ പോലും ഈ വീഡിയോ കാണുമ്പോണ്ടല്ലോ എനിക്ക് കൊതിയാവുക. ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലായി, നമ്മളൊന്ന് മുക്കറിട്ട് ശ്രമിച്ചാൽ പോലും ഇത്രയും നല്ല സദ്യ നമ്മളെ കൊണ്ടുണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് പ്രത്യേക കഴിവ് എന്താണെങ്കിലും ഹിന്ദുസിന്റെ വളയിട്ട കൈകൾക്ക് തന്നെയാണ്. ആ ഫുൾ ക്രെഡിറ്റ് അവർക്കാണ്. അത് മനസ്സിലാവണമെങ്കിലേ ഈ മതമൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് ക്ഷണിക്കാനും അവരുടെ ക്ഷണങ്ങൾ സ്വീകരിക്കാനും പഠിക്കണം. എന്നാലേ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. പായസം പഴം പപ്പടം ദേ തന്നെ പോയി. അയ്യോ.
ആക്രാന്തം മൂത്തിട്ടാണോന്നറിയില്ല, പായസം വന്നതോടുകൂടി എൻ്റെ ഡയറ്റ് അവിടെ ഔദ്യോഗികമായി അവസാനിച്ചു. ഞാൻ വിചാരിച്ചു ഇന്ന് കലോറീസ് ഒന്നും വെറുതെ എണ്ണേണ്ട കാര്യമില്ല. സത്യം പറഞ്ഞ ഓണസദ്യ ഇരുന്ന് കഴിക്കാൻ എനിക്ക് ഇപ്പോഴും വശമായിട്ടില്ല കേട്ടോ. താഴെ ഇരുന്ന് ഇങ്ങനെ ചമ്പളം മടഞ്ഞിരുന്നിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കുന്നതൊക്കെ നല്ല രസമാണ് കാണാൻ. പക്ഷേ പ്രാക്ടിക്കലി അത് ട്രൈ ചെയ്തിട്ട് നടക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഒരു വിധത്തിൽ എങ്ങനെയോ പായസം വരെ ഞാൻ എത്തിച്ചു കേട്ടോ. പക്ഷെ പിന്നത്തെ എന്റെ പേടി എന്തായിരുന്നു അറിയോ, ഇവിടെ നിന്ന് എങ്ങനെ എഴുന്നേക്കുന്നുള്ളതായിരുന്നു. ഞാൻ വേഗം തന്നെ കഴിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്തെന്നറിയോ, അവർക്ക് വിളമ്പി കൊടുത്തായിരുന്നു. കാരണം ഇത്രയും നേരം അവർ ഞങ്ങൾക്ക് വിളമ്പി തന്നില്ലേ, അപ്പൊ നമ്മൾ അവർക്കും വിളമ്പി കൊടുക്കണ്ടേ, അതല്ലേ അതിന്റെ ഒരു ശരി. സദ്യ എല്ലാം കഴിഞ്ഞ് ജിത്തുവിന്റെ കൂട്ടുകാരെ അവിടെ റെസ്റ്റ് എടുക്കുവാണേ. അവിടെ ഞാൻ പോയി ചുമ്മാ വീഡിയോ എടുത്ത്. ഇതാണ് രഞ്ജുവിന്റെ വലിയ മനസ്സുള്ള ആ ചെറിയ ഫാമിലി. വീട്ടിലേക്ക് പോകാൻ പോയതാട്ടോ. പക്ഷെ അവർ പറഞ്ഞേ ഇല്ല, ഓണക്കളികളൊക്കെ കണ്ടിട്ട് പോകാന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ വൻ കോമഡി. ഞങ്ങൾ ചെല്ലുന്നതിന് തൊട്ട് മുന്നേ സുന്ദരിക്ക് പൊട്ടുകടലൊക്കെ കഴിഞ്ഞായിരുന്നേ. ഇപ്പോൾ ദേ ഈ കപ്പ് നടുക്ക് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടാവും. ഓരോ ആൾക്കാരെ കപ്പിൽ ചവിട്ടാതെ പിണഞ്ഞ് പോകണം. ഇതിൻ്റെ ഇടയിൽ ഒരുപാട് സിനിമ ഡയലോഗ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കപ്പുകളെല്ലാം നിരത്തി വെച്ചിട്ട് മത്സരാർത്ഥികളെല്ലാവരും കണ്ണ് കെട്ടും. കാലുകൾ ഒരു പ്രത്യേക രീതിയിൽ പിണച്ച് നടന്നു പോകണം. അതാണ് വിജയം. കപ്പ് തട്ടാൻ പാടില്ല കേട്ടോ. കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആണെന്നൊക്കെ നമുക്ക് തോന്നുമായിരിക്കും, പക്ഷെ അങ്ങനെയല്ല. കണ്ണ് കെട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ ബ്രെയിനും കാലും തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ലാത്ത പോലെയാ. നമ്മൾ നേരെ പോകാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ പോകുന്നത് വേറെ ഡയറക്ഷനിലായിരിക്കും. കപ്പ് ഇവിടെ, ആള് പോകുന്നത് വേറെ എവിടെയെങ്കിലും. കാണുന്നവർക്ക് മത്സരം കാണുന്നതിനേക്കാൾ കൂടുതൽ രസം എന്താണെന്നറിയോ, ഈ മത്സരിക്കുന്ന ചേട്ടന്മാരൊക്കെ എങ്ങോട്ടായി പോകുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും. മത്സരിക്കുന്ന ഓരോ ആൾക്കാരും സ്വന്തം GPS ഉപേക്ഷിച്ചിട്ടാണ് ഈ സഞ്ചരിക്കുന്നത്. GPS മാത്രം സിഗ്നൽ കൊടുക്കുന്നില്ല എന്ന് തോന്നുന്നു. ഈ പോകുന്ന ചേട്ടനുണ്ടല്ലോ, കറക്റ്റായിട്ട് എങ്ങനെയൊക്കെയോ ഇങ്ങറ്റം വരെ എത്തി. അതിന്റെ അഹങ്കാരമൊന്നും പുള്ളിക്കില്ലട്ടാ. അവിടെ നിന്ന് പ്രത്യേകം വിളിച്ചു പറയുന്നുണ്ട് സ്ത്രീകൾക്കാരണെങ്കിലും വരണമെങ്കിൽ വരാമെന്നൊക്കെ. ഈ പുള്ളി കപ്പ് പോലും കണ്ടിട്ടില്ല. നേരെ അവിടെ ഇരിക്കുന്ന കാണികളുടെ മേത്തേക്ക് ഒരു ഓട്ടം. നമ്മൾ ഈ വീഡിയോ കാണുന്ന പോലെയൊന്നും അല്ല. അവിടെ നിന്ന് കഴിഞ്ഞ് അവിടെ എല്ലാവരും ചിരിക്കുന്ന കൂട്ടത്തിൽ നമ്മളും ഭയങ്കരമായിട്ട് ചിരിച്ചു കളയുന്നേ. ഞാൻ വരുന്നതിന് മുന്നേ തന്നെ സുന്ദരിക്ക് പൊട്ടുതൊടലങ്ങ് കഴിഞ്ഞായിരുന്നു, നമ്മുടെ ഹണി ചേച്ചിയുടെ. അത് കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തായിരുന്നേ. ടീനേജ് കുട്ടികളൊക്കെ നല്ല അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. പാട്ടിനൊപ്പം കൈകൊട്ടിക്കളിയും ചുവടുവെക്കലും. ഒയ്യോ, അവരുടെ എനർജി കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമുക്ക് തന്നെ ഉള്ളിൽ എവിടെന്നോ ഒരു എനർജി നമുക്കും കയറി തുള്ളാൻ അങ്ങ് തോന്നും. പക്ഷേ അതിനിടയിൽ എൻ്റെ കണ്ണിപ്പെട്ട ഒരു കുഞ്ഞു മിടുക്കി കുട്ടി ഉണ്ടായിരുന്നേ. എനിക്ക് തോന്നുന്നത് LKG-ലോ UKG-ലോ അങ്ങനെ എന്തോ ആണെന്നാണ് തോന്നുന്നത്. കൃത്യമായി എനിക്കങ്ങ് അറിയത്തില്ല. ഈ വീഡിയോ ആ പുള്ളിക്കാരിയുടെ ഫാമിലി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് പറയണം കേട്ടോ. പക്ഷെ ആ കുഞ്ഞിൻ്റെ എനർജി കണ്ടാലുണ്ടല്ലോ, ഇവൾക്ക് പ്രായം കുറവായിരിക്കാം, പക്ഷെ പരിപാടിയിലെ മെയിൻ പെർഫോമർ ഈ പുള്ളിക്കാരിയാണ് എന്ന് നമുക്ക് തോന്നിപ്പോവും. അതായത് വലിയ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട്, ഈ കുഞ്ഞു കുട്ടി അവരുടെ കൂടെ ഫുൾ കോൺഫിഡൻസിലാണ് കളിക്കുന്നത്. ആ കുഞ്ഞു കുട്ടി അടക്കം എല്ലാവരും ഉണ്ടല്ലോ 3/4 മണിക്കൂറോളം ഏകദേശം കളിച്ചിട്ടുണ്ട് കേട്ടോ. അവളുടെ മുഖത്ത് ഒരു ടെൻഷനും ഇല്ല. പഠിക്കണ്ട, എക്സാം ഇല്ല, ഹോംവർക്ക് ഇല്ല, ഓണം ആഘോഷിക്കുക എന്നൊരൊറ്റ അജണ്ട മാത്രം. അവളുടെ സന്തോഷം കാണുമ്പോൾ നമുക്കങ്ങ് ചിരി വരും കേട്ടോ. ഇവരുടെ ആ ഒരു എനർജി കണ്ടപ്പോൾ ഉണ്ടല്ലോ, അവിടെ നിന്ന് എല്ലാവരും ശ്രദ്ധ ഭയങ്കരമായിട്ട് അവളിലേക്കാട്ടോ പോയത്. പാട്ട് തീർന്നാലും കളി തീർന്നാലും പുള്ളിക്കാരിക്ക് ഒരു കുഴപ്പമില്ല. അടുത്ത പാട്ട് എപ്പോഴാന്ന് അവിടെ ഓരോരുത്തരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സത്യത്തിൽ ഈ കൈകൊട്ടിക്കളി മുഴുവൻ പരിപാടിക്കും ഒരു പ്രത്യേക ഓണത്തനിമ തന്നെയായിരുന്നു കേട്ടോ. പാട്ടും താളവും ചിരിയും ആ കുഞ്ഞിൻ്റെ ആ സന്തോഷവും എല്ലാം കൂടി ആ നിമിഷം അങ്ങ് ശരിക്കും മനോഹരമാക്കി. ആ കുഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അടുത്തൊരു ചെറുക്കൻ കുഞ്ഞ് വന്നേക്കുവാണേ അവിടെ കിടന്ന് ഡാൻസ് കളിക്കാൻ. അവരുടെ ടീം കഴിഞ്ഞപ്പോൾ മറ്റൊരു ടീം വന്നു കേട്ടോ. അവരെ കൈകൊട്ടിക്കളിയൊക്കെ തുടങ്ങി. വീണ്ടും പാട്ട്, വീണ്ടും കൈകൊട്ടൽ, വീണ്ടും ചിരി. അങ്ങനെ ഒരുപാട് മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ സദ്യക്ക് വന്നതാണോ അതോ ഓണം നടത്താൻ വന്നതാണോ എന്ന് ഞങ്ങൾക്ക് തന്നെ തോന്നിപ്പോയി. ആ രീതിയിലായിരുന്നു അവിടെ എല്ലാവരും. ഈ ഓണത്തിൽ മറ്റൊരു മനോഹര കാഴ്ച ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. ഇതിൽ ബ്ലാക്ക് ഷർട്ട് ഇട്ടിരിക്കുന്നത് ആദുവിൻ്റെ അച്ഛനാട്ടോ. അതായത് മക്കളെ ഒരുപോലെ സ്നേഹിക്കുന്ന നല്ലൊരു പേഴ്സണാലിറ്റി ഉള്ള ഒരു അച്ഛനാണ് അദ്ദേഹം. ഈ കൈകൊട്ടിക്കളിക്കിടയിലേ അദ്ദേഹത്തിന്റെ സന്തോഷം ആവേശമൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഓരോ ദിവസവും പ്രായം കൂടി വന്നാലും മനസ്സിലെ കുട്ടിത്തം പോകണം എന്നില്ല കേട്ടോ. അതായത് ആ കുട്ടികൾ അവിടെ കളിക്കുന്നത് കണ്ടിട്ട് മുതിർന്നവർ വെറുതെ നോക്കി നിൽക്കുകയല്ല ചെയ്ത്, അവരും അതിൻ്റെ ഒരു ഭാഗമാവുക ചെയ്യുന്ന കേട്ടോ. അതാണ് ഒരു കുടുംബാഘോഷത്തിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഒരു കുടുംബം പോലെ എനിക്ക് തോന്നിയത്. അവിടെ ഒത്തിരി വീട്ടുകാർ വന്ന് നിൽക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടേയില്ല. എല്ലാ പരിപാടികൾക്കും ശേഷം വടംവലി ഉണ്ടായിരുന്നു. ഇനി പറയേണ്ടതില്ലല്ലോ. അതായത് വടംവലി തുടങ്ങിയതോടെ ആളുകൾ മുഴുവൻ അവിടെ വന്ന് തിങ്ങിക്കൂടി നിന്ന്.
ഒരാളെ പോലും എനിക്ക് കാണാൻ പറ്റിയില്ല. അയാൾക്ക് മുന്നിൽ വേറെ 10 പേരുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഓണസദ്യ കഴിക്കാൻ പോയ ഞങ്ങൾ ഒരു ദിവസം മുഴുവൻ ഓണം ആഘോഷിച്ചിട്ടാണ് മടങ്ങി വരുന്നത്. സദ്യ, പായസം, പൂക്കളം, ഓണക്കളികൾ, കുട്ടികളുടെ കൈകൊട്ടിക്കളി, എൻ്റെ പൊന്നോ മറക്കാനാവാത്തൊരു അനുഭവം തന്നെയായിരുന്നു. എന്താണെങ്കിലും ഈ ഒരു എക്സ്പീരിയൻസ് എനിക്ക് സമ്മാനിച്ച രഞ്ജുവിനും ആദവനും അവരെ രണ്ടുപേരും ഫാമിലിക്ക് മനസ്സ് തുറന്ന് നന്ദി പറയുവാണ്. എന്നാൽ പിന്നെ അങ്ങോട്ട്